നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ നമ്മൾ കാണുന്ന ഒടുവില് ഇന്ദ്രൻ രണ്ടും തീരുമാനിച്ച പ്രതാപനെ കാണാനായിട്ട് പോകുവാണ്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ആ സേതുവിനിട്ടൊരു പണി കൊടുക്കണം. അങ്ങനെ പ്രതാപനെ കണ്ടു കഴിഞ്ഞപ്പോ പ്രതാപൻ ചോദിച്ചു, എന്താടാ ഇന്ദ്രാന്ന് ചോദിക്കുക. എനിക്ക് അവനിട്ട് പണി കൊടുക്കണമെന്ന് പറയണം. ആർക്കിട്ട്? ആ സേതുവിനിട്ട്. ഇന്ദ്ര, പണ്ടത്തെ പോലെ ഒന്നുമല്ല, അറിയാലോ. എങ്ങാനും പിടിക്കപ്പെട്ട അവൻ നിന്നെ വെറുതെ വിടും നിനക്ക് തോന്നുന്നുണ്ടോ? ഇതങ്ങനെ പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല. ഇപ്പൊ എല്ലാരും അവനോടൊപ്പം ചേർന്നിരിക്കുന്നെ. അത് പാടില്ല. അവന്റെ സന്തോഷം എനിക്ക് തല്ലിക്കെടുത്തണമെന്ന് പറയണം. ഇത് കേട്ടപ്പം പ്രതാപൻ പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മുമ്പ് ആ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ ഇല്ലാതാക്കാൻ പോയിട്ട് എന്തായി ഒടുവില്? അന്ന് ഞാൻ പോയതാ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷേ എങ്കിൽ ആ കൃത്യസമയത്ത് ആ വേണു എന്ന് പറയുന്ന അയാൾ അങ്ങോട്ടേക്ക് വന്നേ. അതുകൊണ്ട് അയാളുടെ തലക്കടിച്ചിട്ട് പോരാനേ എനിക്ക് പറ്റുള്ളൂ. പക്ഷെ ഇത്തവണ ആയിരിക്കില്ല, ഇങ്ങനെ ആയിരിക്കില്ല. എനിക്കൊരു പണി കൊടുക്കണം അവനിട്ട്. അവനിങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്ന കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ അമ്മയെ സഹിതം അവൻ മാറ്റിയെടുത്തു. പ്രതാപൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ. എന്ത്? സേതുവിനെ ലക്ഷ്മി അമ്മയും കൂടെ തമ്മിൽ തെറ്റിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു, അത് ഓൾറെഡി എന്താണെങ്കിലും തെറ്റിക്കോളും. അതിനുള്ള കാരണം സഹിതമൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് ഭയമില്ല. അധികം വൈകാതെ അത് സംഭവിക്കും. പക്ഷെ ഈ പറയുന്ന ലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിക്കണം. അവര് മരിച്ചാൽ മാത്രമേ നമുക്ക് സേതുവിനെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പം ഈ പ്രതാപൻ ചോദിച്ചു, അല്ല അത്രയ്ക്കൊക്കെ വേണോ? അറിയാലോ, കൊലപാതകം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ പോയി തൂങ്ങേണ്ട വരും. ആര് തൂങ്ങേണ്ട വരും? ഞാൻ തൂങ്ങേണ്ട വരത്തൊന്നുമില്ല. ഇതെല്ലാം കൂടെ ഞാൻ അവന്റെ തലയിലേക്ക് കെട്ടിവെക്കും. ആ സേതു എന്ന് പറയുന്നവന്റെ, അവനാണ് ഇനിയിപ്പോ ഇതിന് ഉത്തരവാദിത്തം പറയാൻ പോകുന്നത്. ഒരു തവണ പരാജയപ്പെട്ടെന്ന് കരുതിയിട്ട് ഇനി അങ്ങനെ ആയിരിക്കില്ല. ഇനി ഞാൻ എന്താണെങ്കിലും പണി കൊടുക്കുമെന്ന് പറയണം. ഒരു കാര്യം പ്രതാപന് മനസ്സിലായി, ഇന്ദ്രൻ രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുക. അത് മാത്രമല്ല, അവന്റെ കളികൾ ചെറുതല്ല, അവൻ നിസ്സാര കാര്യമല്ല ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നത് എന്ന് പ്രതാപന് മനസ്സിലായി. ആ സമയത്ത് ആഹാരമൊക്കെ വിളമ്പി വെച്ചിട്ട് എല്ലാരും കാത്തിരിക്കുവാണ് ലക്ഷ്മിയമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഇത്ര കഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മ കൊണ്ട് ഇറങ്ങി വരുവാണ്. ലക്ഷ്മിയമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പല്ലി പറഞ്ഞു, അമ്മ ഇവിടെ ഇരിക്കാൻ പറയണം. അങ്ങനെ ലക്ഷ്മിയമ്മ ഒന്ന് നോക്കി, സദ്യ ഒരുക്കി വെച്ചിരിക്കുന്നു. ചോറും കൂടെ വിളമ്പിയാൽ മതി, ബാക്കി എല്ലാ ഇലക്കകത്തേക്ക് ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുക. ആ സമയത്ത് സേതു പറഞ്ഞു, അമ്മ എന്താ അമ്മ നോക്കി നിൽക്കുന്നേ? അമ്മ ഇരിക്കമ്മേ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഞാൻ ചോറ് വിളമ്പി തരാം അങ്ങനെയൊക്കെ പറയാണ്. പിന്നെ ലക്ഷ്മി അമ്മയോട് ഇരുന്നു ആകെപ്പാടെ ഒന്ന് നോക്കി. ലക്ഷ്മി അമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ പൂർണ്ണിമയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. സാധാരണഗതിയില് കഴിഞ്ഞ തവണ വന്നപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല സന്തോഷത്തോടുകൂടി കൂടിയിട്ട് സംസാരിച്ചതാ. അച്ഛനും അത് തന്നെ തോന്നുവാണ്. ഒരു പക്ഷെ മേലെടുത്തെ ആ ഒരു വിഷമമായിരിക്കും. അപ്പൊ അവര് ചെയ്ത് കൂട്ടുന്നൊക്കെ ഓർത്തിട്ടായിരിക്കും ലക്ഷ്മി അമ്മയ്ക്ക് ഈ ടെൻഷനും കാര്യങ്ങള് എന്നൊക്കെ അച്ചു, ശ്രീഹരി അവരൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ലക്ഷ്മി അമ്മ ഇരുന്നിട്ട് ഒന്നും കഴിക്കാൻ തയ്യാറാവില്ല. അപ്പോഴേക്കും പല്ലി പറഞ്ഞു, അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ അമ്മ കഴിക്ക് എന്ന് പറയാ. പൂർണ്ണിമ പറഞ്ഞു, അത് ലക്ഷ്മി, ഇനിയിപ്പം ലക്ഷ്മി വേറൊന്നും ചിന്തിക്കണ്ട. ഇവിടെ ഞങ്ങളെല്ലാരും ഉണ്ടല്ലോ, ദേ സേതു ഉണ്ട്. പിന്നെ എന്തിനാ ഇപ്പൊ ലക്ഷ്മി ഇനിയിപ്പൊ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? സേതു പറഞ്ഞു, അതേമ്മേ ഞാനുണ്ടല്ലോ അമ്മയ്ക്ക്. അമ്മ പിന്നെ എന്തിനാ വേദനിക്കുന്നേ? ആരൊക്കെ അമ്മയെ ഉപേക്ഷിച്ചാലും ഞാൻ അമ്മയെ ഉപേക്ഷിക്കില്ല. അതുകൊണ്ടല്ലേ അമ്മയുടെ പിറന്നാളൊക്കെ ഞാൻ അതിഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മഹാലക്ഷ്മിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. അതേടാ, അതെനിക്കറിയാടാ, അതിനു വേണ്ടിട്ടാ നീ ഇതൊക്കെ ചെയ്തു കൂട്ടിയെന്ന്. അമ്മേ എന്താ അമ്മേ പറയണേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടാ. നീ ഓരോന്ന് ചെയ്ത് കൂട്ടിച്ചു വെച്ച് എന്തിനു വേണ്ടിയിട്ടാന്ന് ഇപ്പഴല്ലേ എനിക്കത് മനസ്സിലാവുന്നേ. പല്ലി പറഞ്ഞു, അമ്മ എന്താമ്മ ഇങ്ങനെയൊക്കെ പറയണേ? പറയുവല്ലാന്നും പറഞ്ഞോണ്ട് ആ ഫ്രണ്ടിലിരുന്ന ചോറും കറികളെല്ലാം തട്ടി അങ്ങോട്ട് എറിയുവാണ്. അപ്പോഴേക്കും പൂർണ്ണിമയും ശ്രീഹരി അച്ചു എല്ലാരും ചാടി എഴുന്നേറ്റു. അവർക്ക് കാര്യം മനസ്സിലായില്ല. പെട്ടെന്ന് പല്ലി പറഞ്ഞു, അമ്മ എന്താ അമ്മയെ കാണിക്കണേ? നീക്കോ കാണിക്കോ അല്ലാന്നും പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട അങ്ങോടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുവാണ്. സമനില തെറ്റിയ പോലെയായിരുന്നു. ആ സമയത്ത് സേതു കയറി കയ്യിലേക്ക് പിടിക്കുക. അമ്മ ഇങ്ങനെയൊന്നും കാണിക്കില്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് മഹാലക്ഷ്മി എന്ത് ചെയ്യുവാണ്? അങ്ങോട്ട് കുഴഞ്ഞു വീഴുവാണ്. കാരണം മഹാലക്ഷ്മിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആഹാരം പോലും നേരെ ചൊവ്വേ കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തില് മഹാലക്ഷ്മിയും കൊണ്ട് സേതുവും പല്ലവി എല്ലാവരും കൂടെ മുറിയിലേക്ക് ചെന്നു. അങ്ങനെ മുറി കൊണ്ട് ഇരുത്തുവാണ്. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഈ സമയത്ത് പല്ലവി സേതുവിനോട് പറഞ്ഞു, സേതുവേട്ടൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പുറത്തേക്ക് ഇറക്കി. അതെ, തൽക്കാലത്തേക്ക് അമ്മ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഒന്നിരിക്കട്ടെ, ശല്യപ്പെടുത്താൻ പോകണ്ടെന്ന് പറയണം. പക്ഷെ സേതുവിന്റെ മനസ്സ് നല്ല ടെൻഷനാ. വിളിച്ചു വരുത്തിയതാണ് അച്ചുവിനെ, ശ്രീഹരിയും പൂർണ്ണിമയൊക്കെ. അപ്പൊ അവരുടെ മുന്നില് തന്നെ ഒന്നും അല്ലാതാക്കി കളഞ്ഞിരിക്കുന്ന എന്ത് ചെയ്യണമെന്ന് പോലും സേതുവിന് അറിയുന്നുണ്ടായിരുന്നില്ല. ആ സമയം പല്ലവി പറഞ്ഞു, ഒരു ഇത്തിരി സമയം
അവിടെ തനിച്ചിരിക്കട്ടെ ലക്ഷ്മിയമ്മ, അതിനുശേഷം നമുക്ക് വരാന്ന് പറയണം. അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ട് താഴേക്ക് പോയി. ആ താഴെ ചെന്നപ്പോ പൂർണ്ണിമ പറഞ്ഞു, എനിക്ക് ആദ്യമേ തൊട്ടേ തോന്നിയായിരുന്നു ഇവിടെ വന്നപ്പോ മുതല് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ലക്ഷ്മിക്ക്. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, എനിക്കറിയില്ലമ്മ എന്താ സംഭവിച്ചെന്ന്. അല്ല, ഞങ്ങളൊക്കെ വന്നിട്ട് ഇനി ഇപ്പൊ ഇഷ്ടപ്പെടാത്തോണ്ടാണോ? അതൊന്നും അല്ലാന്ന് പല്ലവി പറഞ്ഞു. ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ എന്തോ ഒരു കരട് കയറി കൂടിയിട്ടുണ്ട്. എന്തോ ദേഷ്യമുണ്ട്. സേതുവേട്ടനോടും എന്നോടും എല്ലാവരുടെയും ദേഷ്യമാണ് ലക്ഷ്മിയമ്മയ്ക്ക്. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അമ്മയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുവല്ലേ ചെയ്തേ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ, എന്നെ ചെറുപ്പത്തിൽ തന്നെ അമ്മ ഇട്ടിട്ട് പോയതല്ലേ. പക്ഷെ ഒരമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ കിട്ടാതെ ഞാൻ വളർന്നത്. ആ സമയത്തും എന്റെ അമ്മയെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് എന്റെ അമ്മയോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും കാലത്ത് എന്റെ അമ്മ എന്റെ അടുത്തേക്ക് തിരികെ വരും എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. ഈ കുറച്ച് ദിവസങ്ങള് അമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് എത്രമാത്രം സന്തോഷത്തിലായിരുന്നു ഞാൻ. ഇത്രയും കാലം കിട്ടേണ്ടിയിരുന്ന സ്നേഹം ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് കിട്ടി. പക്ഷെ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഉണ്ടായത് എന്താന്ന് മനസ്സിലായില്ല. ഇന്നലെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അത് കേട്ടതും പല്ലി പറഞ്ഞു, അതാ എനിക്കും മനസ്സിലാത്തെ. ഒരുപക്ഷെ മേലെടുത്തുനിന്ന് ഇനിയിപ്പോ ആ വേണുസാറ് വന്നു പോയതിനു ശേഷമാണ്. ഇനിയിപ്പോ അവരെന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അറിയത്തില്ലല്ലോ. പൂർണ്ണിമ പറഞ്ഞു, ലക്ഷ്മിയുടെ മനസ്സിൽ എന്തോ ഒരു ആഹ്ലാദം ഉണ്ടായിട്ടുണ്ട്. അത് മാറി കഴിയുമ്പോഴത്തേനും ഈ പ്രശ്നങ്ങളൊക്കെ മാറി ചെയ്തു. നീ വിഷമിക്കണ്ട, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, അതെ സേതുവേട്ടൻ വിഷമിക്കണ്ട. കാരണം സേതുവിന് സങ്കടം വന്നാൽ അവർക്ക് എല്ലാവർക്കും വിഷമാവും. ഈ പറയുന്ന പൂർണ്ണിമ പെറ്റമ്മയല്ലെന്ന് മാത്രമേ ഉള്ളൂ, പോറ്റമ്മയാണ്. സേതുവിന്റെ മനസ്സ് നൊന്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പൂർണ്ണിമയുടെ നെഞ്ചു പൊടിയും. പിന്നീട് പൂർണ്ണിമ സേതുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട. അപ്പോഴത്തെ എന്തോ ദേഷ്യം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആഹാരം പോലും കഴിക്കാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. അതിനകത്ത് എല്ലാവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. അതേ സമയത്ത് എഴുത്തുപുര വീട്ടില് വല്ലാത്ത സങ്കടത്തിൽ പോയി മാറിപ്പോയെന്ന് കരയുവാണ് ശോഭ. കരയുന്ന സമയത്ത് മൂന്നുമാഷ് അങ്ങോട്ട് വന്നു. മൂന്നുമാഷ് വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ ശോഭയെ വിഷമിക്കണേ? പാറുവിന് ഇപ്പൊ നല്ലൊരു ജീവിതമല്ലേ കിട്ടിയിരിക്കുന്നേ. അതെ, പാറുവിന് നല്ല ജീവിതമാണ് മാഷി കിട്ടിയിരിക്കുന്നേ. പക്ഷെ എനിക്ക് പല്ലവിയുടെ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോ ഇന്ദ്രൻ കാരണമല്ലേ പല്ലവിയുടെ ജീവിതം ആദ്യം തകർന്നു പോയത്. നമ്മൾ എത്രമാത്രം വേദനിച്ചു, എന്റെ മോൾ എത്രമാത്രം ഓടി നടന്നു, അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം. അപ്പോഴേക്കും രാജലക്ഷ്മി അങ്ങോട്ട് വന്നു. രാജലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം ശോഭ നിങ്ങളുടെ വിഷമം എന്താന്ന്. ഒരുപക്ഷെ ഞാൻ നേരത്തെ നന്നാവുമായിരുന്നെങ്കിൽ, പാറുവിനോട് ഇപ്പൊ കാണിക്കുന്ന സ്നേഹവും കരുതലും കാര്യങ്ങളൊക്കെ പല്ലവിയോട് കാണിക്കുമായിരുന്നെങ്കിൽ അവരുടെ ജീവിതം നശിച്ചു പോകത്തില്ലായിരുന്നു. അത് മാത്രമല്ല, ഞാൻ എടുത്തിയാടി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. അവന് മാനസിക രോഗം ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് പല്ലവിയുമായിട്ടുള്ള വിവാഹം നടത്തുക ചെയ്യാൻ പാടില്ലാത്തതാണ്. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ വിഷമം എന്താന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശോഭ പറഞ്ഞു, ഞാൻ അനുഭവിച്ച വേദന മാഷ് അനുഭവിച്ച വേദന എത്രമാത്രമാണെന്ന് അറിയാവോ? അവളുടെ ജീവിതം തകർന്നു പോകുന്നൊരു ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. രാജേഷ് പറഞ്ഞു, എങ്ങനെ എനിക്ക് മാപ്പ് പറയണമെന്ന് അറിയില്ല. ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ വേണമെങ്കിൽ കാല് പിടിച്ച് മാപ്പ് പറയാം, എന്നാലും എന്നോട് ദേഷ്യം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈ കൂപ്പുവാണ്. ആ സമയം മാഷ് പറഞ്ഞു, ഇത് ശോഭ പോട്ടെ, ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പല്ലവിക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ, അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടേ. പല്ലവി സേതുവിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിതം നയിക്കുകയല്ലേ ചെയ്യുന്നേ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതൊന്നും കാര്യമാക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് ശോഭയെ സമാധാനിപ്പിച്ചു. പിന്നീട് രാജലക്ഷ്മി ശോഭയുടെ കൈയെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ക്ഷമ ചോദിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എങ്കിലും പിന്നീട് ശോഭ കൂടുതലായിട്ടൊന്നും പറയണില്ല. അതിനുശേഷം രാജലക്ഷ്മി പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പം പിന്നീട് രാജലക്ഷ്മി പാറുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നാ ശരി ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ മോളെ, പിന്നെ അറിയാലോ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കേട്ട് ഞാൻ പാറു പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നാളെ അങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പറയണേ. മോള് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, മോൾ ഇവിടെ നിന്നോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പാറു പറഞ്ഞു, അതെങ്ങനെയാ അമ്മ ശരിയാവുന്നേ? അമ്മ തനിച്ചവിടെ എങ്ങനെയാ? അതെ, വിശ്വത്തെയും കൂടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം. അമ്മ തനിച്ചവിടെ കിടക്കൊന്നും വേണ്ട. കാരണം രാജലക്ഷ്മിക്ക് ഇപ്പം തനിച്ച് കിടക്കുന്ന ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം പാറുവിനറിയാം. ഇത്രയും ദിവസം എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് നിന്നിട്ട് അതിന്റെ ഒരു വിഷമമുണ്ട്. പിന്നീട് പാറു വിശ്വത്തിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, വിശ്വം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം, അമ്മ സമ്മതിക്കുകയും ചെയ്യുന്നു പറയണ. വിശ്വം പറഞ്ഞു, എന്നാ ശരി അങ്ങനെ ആട്ടെ എന്നൊക്കെ പറയണേ. രാജലക്ഷ്മിയും വിശ്വം കൂടെ പോകാനിറങ്ങുക. പാറുവിനെ കെട്ടിപ്പിടിച്ച് കരയുക. രാജലക്ഷ്മിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പാറുവിനെ അവിടെ നിർത്തിയിട്ട് പോകുന്നതില്. അപ്പോഴേക്കും ശോഭ വന്നിട്ട് പറഞ്ഞു, അല്ല ഒരു കാര്യം ചെയ്യും രാജലക്ഷ്മി, പാറുവിനെ അങ്ങനെയാണെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയിക്കോ. രാജലക്ഷ്മി ഇപ്പൊ സ്വന്തം മോളെ പോലെ അല്ലേ അവളെ കണ്ടു കരുതി സ്നേഹിക്കുന്നേ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറയണ. അവൾ അവിടെ വന്ന് നിന്നോളും, അവൾക്ക് അവിടെ നല്ല സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും രാജലക്ഷ്മി പറഞ്ഞു, അത് വേണ്ട, അവള് പ്രഗ്നന്റ് ആയതിനു ശേഷം
ഒരു ദിവസം പോലും ഇവിടെ വന്ന് നിന്നിട്ടില്ലല്ലോ, അവളിവിടെ നിൽക്കട്ടെ, 2-3 ദിവസം കഴിഞ്ഞിട്ട് അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറയണം. അങ്ങനെ സങ്കടത്തോട് കൂടിയിട്ടാണ് രാജലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങണേ. ഈ സമയത്ത് ലക്ഷ്മിയമ്മ മുറിയിൽ ആകെപ്പാടെ സമതല തെറ്റിയ പോലെ ഇരിക്കുവാനും. ലക്ഷ്മിയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ലക്ഷ്മിയമ്മ പോയി കഥമൊക്കെ അങ്ങോട്ട് കുറ്റിയിട്ടു. വല്ലാത്തൊരു വിഭ്രാന്തിയായിരുന്നു മനസ്സിൽ നിറയുണ്ടായിരുന്നേ. ജീവിക്കണമെന്ന് പോലും തോന്നിയില്ല. ഇനിയിപ്പൊ താൻ എന്തിനാ ജീവിക്കണേ എന്നൊരു ചിന്തയായിരുന്നു. തന്റെ എല്ലാമായ ഭർത്താവും മകളും മകനും ഒന്നുമില്ലാതെ ഒരു അവസ്ഥയായി ഇപ്പം. ഇത്രയും ദിവസം കരുതിയിരുന്ന തന്റെ മകനെങ്കിലും തന്നോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഇപ്പൊ അവനുമില്ല. എല്ലാവർക്കും വാശിയും വൈരാഗ്യവും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കണേന്നൊക്കെ കരുതി ഇങ്ങനെ ലക്ഷ്മിയമ്മ ഒഴിയിരിക്കുവാണ്. ആ സമയത്ത് ലക്ഷ്മിയമ്മ കാണാനായിട്ട് വീണ്ടും സേതു അങ്ങോട്ട് വരുവാണ്. ചിലപ്പം എങ്ങനെയായെന്ന് അറിയത്തില്ലല്ലോ. ഒരു പക്ഷേ എങ്കിൽ ഇപ്പം മനസ്സൊക്കെ മാറിക്കാണുമായിരിക്കും. ടെൻഷനൊക്കെ കുറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നു നോക്കിയപ്പോൾ കഥവ് കുറ്റിയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് സേതു വിളിച്ചു. കഥവ് തുറക്കുന്നില്ല. അപ്പോഴേക്കും ഒച്ചപ്പാടും വേളം കൂടെ താഴേന്ന് അവരെല്ലാരും കൂടെ ഓടിക്കേറി വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ശ്രീഹരിയോടൊക്കെ ആയിട്ട് പറഞ്ഞു, എടാ അമ്മ കഥവ് തുറക്കുന്നില്ല എന്ന് പറയണ, കഥവ് കുറ്റിയിട്ടിരിക്കുക എന്ന് പറയണം. പിന്നെ അവരൊന്നും നോക്കിയില്ല. അവര് കഥ ഒരു വിധത്തില് ഇടിച്ചും ചവിട്ടിയൊക്കെ ആയിട്ട് അങ്ങ് തുറക്കുകയാണ്. കുറ്റിയൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോയി. അങ്ങനെ തുറന്നകത്ത് കയറുന്ന സമയത്ത് ലക്ഷ്മിയമ്മ ബോധമില്ലാതെ അവിടെ ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.